ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. പ്രശ്നപരിഹാരത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനം. റോഡരികിലെ കാലപ്പഴക്കം ചെന്ന മരങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നീക്കം ചെയ്യുന്നത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പൂത്തോളിൽ നിന്ന് 5 കിലോ ഉയർന്ന നിലവാരമുള്ള കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസ് പിടിയിലായി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. പ്രശ്നപരിഹാരത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. സലിം കയ്പമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിൽ അധികാരികൾ അലംഭാവം കാണിക്കുന്നെന്ന് ആരോപിച്ചാണ് എസ്.എൻ. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലിം കയ്പമംഗലം മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവന് സംരക്ഷണം നൽകുക, അതുപോലെ തന്നെ തെരുവുനായ ശല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പരിഹരിക്കേണ്ടതിന്റെ പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ തന്നെ പെട്ടതാണ് ഈ തെരുവുനായ ശല്യം പരിഹരിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 1994 സെക്ഷൻ കേരള പഞ്ചായത്ത് 164 പ്രകാരം അതൊന്ന് വായിച്ചു നോക്കേണ്ടതുണ്ട്. അത് പ്രകാരം ഇവിടുത്തെ ജനങ്ങൾക്ക് തെരുവുനായ ശല്യത്തിൽ നിന്ന് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാം എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരണം അതിലുണ്ട്. അതെല്ലാം മറന്നുകൊണ്ട് ഏകദേശം 4ഓളം പേരെ തെരുവുനായ കടിച്ചിട്ടും അതെല്ലാം നോക്കി നിൽക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണകൂടമായി ഈ പഞ്ചായത്ത് അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മണ്ഡലം പ്രസിഡന്റ് പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിന് കോടതിയും സർക്കാരും നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും പരാജയപ്പെട്ടതായി സലിം കയ്പമംഗലം ആരോപിച്ചു. ഇതിനകം 6 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റതായും വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ ഉൾപ്പെടെ ജനങ്ങൾ സുരക്ഷാ ഭീതിയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും കോൺഗ്രസ് മണ്ഡലം നേതാക്കളും വിവിധ ജനപ്രതിനിധികളും പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനം. നഗരസഭാ ഓഫീസിൽ നിന്ന് കാർമൽ സ്കൂൾ വരെയുള്ള റോഡരികിലെ കാലപ്പഴക്കം ചെന്ന മരങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നീക്കം ചെയ്യുന്നത്. മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നഗരസഭാ ഓഫീസ് മുതൽ കാർമൽ സ്കൂൾ വരെയുള്ള ഭാഗത്തെ അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റാൻ തീരുമാനമായി. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഭീഷണിയായി മാറിയ കാലപ്പഴക്കം ചെന്ന മരങ്ങളാണ് നീക്കം ചെയ്യുക. നഗരസഭാ ഓഫീസ്, സർക്കാർ ഹൈസ്കൂൾ, കലാഭവൻ മണി പാർക്ക്, ഗവൺമെന്റ് ITI, പൊതുമരാമത്ത് വകുപ്പിന്റെ മെക്കാനിക്കൽ വിഭാഗം എന്നിവ പ്രവർത്തിക്കുന്ന വളപ്പുകളിലെ മരങ്ങളും ഇതിൽ ഉൾപ്പെടും. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇതേ തുടർന്നാണ് നടപടികൾ വേഗത്തിലാക്കിയത്. മഴയുടെ ശക്തി കുറയുന്നതിനനുസരിച്ച് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടികൾ ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അറിയിച്ചു. സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം നിയമാനുസൃത നടപടികൾ പാലിച്ചായിരിക്കും മരങ്ങൾ നീക്കം ചെയ്യുന്നതെന്നും നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. മീഡിയ ടൈം, ചാലക്കുടി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ തകർന്ന റോഡുകൾ ചൂണ്ടിക്കാട്ടി BJP പ്രതിഷേധം. റോഡുകളുടെ ദുരവസ്ഥ പരിഹരിക്കാൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട കരാറുകളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP സമരം സംഘടിപ്പിച്ചത്. കൊടുങ്ങല്ലൂർ നഗരസഭാ പരിധിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ മൂലം ജനങ്ങൾ കടുത്ത യാത്രാ ദുരിതം അനുഭവിക്കുകയാണെന്ന് BJP ആരോപിച്ചു. വിഷയം മുനിസിപ്പൽ കൗൺസിലിൽ ഉന്നയിച്ചിട്ടും സമഗ്ര ചർച്ച നടത്താതെയാണ് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിപ്പിച്ചതെന്നും ഇത് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണെന്നും BJP നേതാക്കൾ പറഞ്ഞു.
റോഡുകളുടെ ദുരവസ്ഥ ചർച്ച ചെയ്യാൻ അടിയന്തര പ്രത്യേക കൗൺസിൽ വിളിച്ചു ചേർത്ത് സമയബന്ധിതമായ അറ്റകുറ്റപ്പണികളും പുനർനിർമ്മാണ നടപടികളും പ്രഖ്യാപിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡ്രഡ്ജിംഗ്, ഭൂമി നികത്തൽ, റോഡ് നിർമ്മാണ കരാറുകൾ എന്നിവയിൽ പൊതുജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട കമ്പനികളുടെ പ്രവർത്തനങ്ങളും കരാർ വിവരങ്ങളും പൂർണ്ണമായും സുതാര്യമായി പുറത്തുവിടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പുതിയ ഭരണസമിതി അധികാരത്തിൽ കൊടുങ്ങല്ലൂർ ജനതയ്ക്ക് ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ നൽകുകയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് തകർന്നടിഞ്ഞിട്ടുള്ള മുഴുവൻ റോഡുകളും ടൈലിട്ട് വൃത്തിയാക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുമെന്ന് പറയുണ്ടായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ കഴിഞ്ഞ 6 മാസമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള യാതൊരു സമരപരിപാടികളും നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായില്ല. കാരണം അവരെ വാഗ്ദാനം നടപ്പിലാക്കാനായിട്ട് ഈ 6 മാസത്തിനുള്ളിൽ എന്താണ് അവർ ചെയ്യുക എന്നുള്ള വീക്ഷിക്കുകയായിരുന്നു ഞങ്ങൾ. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികൾ, കരാർ രേഖകൾ, പ്രവൃത്തി ഉത്തരവുകൾ, നിയമാനുസൃത അനുമതികൾ എന്നിവ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും ക്രമക്കേടുകളോ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികളോ ഉണ്ടെങ്കിൽ സ്വതന്ത്ര അന്വേഷണം നടത്തി ഉത്തരവാദികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. TS സജീവന്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ രശ്മി ബാബു, പ്രജീഷ് ചള്ളിയിൽ, രേഖ സൽപ്രകാശ്, TS അംജിത്, KR വിദ്യാസാഗർ, ER ജിതേഷ്, KS ശിവറാം എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. പരാജയം അവസാനമല്ല, കൂടുതൽ പരിശ്രമിച്ച് വിജയത്തിലേക്ക് മുന്നേറണമെന്ന് വിദ്യാർത്ഥികളോട് മന്ത്രി OJ ജനീഷ്. പുല്ലൂറ്റ് ജവഹർ കൾച്ചറൽ ഫോറം സംഘടിപ്പിച്ച പ്രതിഭാ പുരസ്കാര ചടങ്ങിലായിരുന്നു മന്ത്രിയുടെ ആഹ്വാനം. പരാജയത്തെ ഭയക്കാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നേറുകയാണ് വിജയത്തിലേക്കുള്ള വഴിയെന്നും മന്ത്രി പറഞ്ഞു. പരീക്ഷകളിലായാലും മത്സരങ്ങളിലായാലും തോൽവിയും ജയവും ജീവിതത്തിന്റെ ഭാഗമാണെന്നും പരാജയത്തെ ഭയക്കാതെ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നേറുകയാണ് വിജയത്തിലേക്കുള്ള വഴിയെന്നും മന്ത്രി OJ ജനീഷ് പറഞ്ഞു. പുല്ലൂറ്റ് ജവഹർ കൾച്ചറൽ ഫോറം SSLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന പ്രതിഭാ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജീവിതത്തിൽ ഒരുപാട് മുന്നോട്ട് പോകുവാനുള്ള കാലം നമുക്കുണ്ട്. വളരെ ചെറിയ പ്രായമാണ്. ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ വിജയമായി ഈ വിജയത്തെ കണക്കാക്കരുത്. ഒരുപാട് പരീക്ഷണങ്ങളും ഇനി നമ്മുടെ മുമ്പിലുണ്ട്. എല്ലായിടത്തും വിജയിക്കാൻ വേണ്ടി സാധിക്കണം. എല്ലായിടത്തും ഈ മികവ് പുലർത്താനും നമുക്ക് സാധിക്കണം. ഇനി എവിടെയെങ്കിലും ഒരു ചെറിയ പോരായ്മകൾ സംഭവിച്ചു പോയാൽ തന്നെ അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന തെറ്റിദ്ധാരണയും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ജീവിതത്തിൽ പൊരുതി നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. ഏത് പരാജയത്തിൽ നിന്നും വിജയിച്ചു വരാനുള്ള ഒരു മനസ്സുണ്ടാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആ തരത്തിൽ മുന്നോട്ട് പോകാൻ നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയുടെ സഹപ്രവർത്തകരുടെ ഇവിടെ പ്രത്യേകമായി ആദരിക്കുന്നുണ്ട്. സ്വാഗതപ്രാസനം സൂചിപ്പിച്ചു. ഹരിതകർമ്മ സേന നടത്തുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. നമ്മുടെ പരിസരങ്ങളിലെല്ലാം തന്നെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറ്റം വന്നിട്ടുള്ളത്. കുറേയേറെ കാര്യങ്ങളൊക്കെ മാറ്റം വന്നിട്ടുള്ളത് ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ പ്രവർത്തനം ആവശ്യം ഇടപെടുകയും പ്രവർത്തിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ ആളുകൾ. ലോകകപ്പ് മത്സരങ്ങളിലെ തിരിച്ചുവരവുകൾ ഉദാഹരിച്ച മന്ത്രി പരീക്ഷകളിൽ പരാജയപ്പെട്ടാൽ നിരാശപ്പെടാതെ കൂടുതൽ ശ്രദ്ധയോടെയും മത്സരബുദ്ധിയോടെയും പഠിച്ച് മുന്നേറണമെന്ന് വിദ്യാർത്ഥികളെ ഉപദേശിച്ചു. +2 പഠനശേഷം ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്ത് പഠന ചെലവിന്റെ ഒരു ഭാഗമെങ്കിലും രക്ഷിതാക്കൾക്ക് പങ്കുവഹിക്കാൻ വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾ അവസരം ഒരുക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുല്ലൂറ്റ് സൺ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫോറം പ്രസിഡന്റ് CS തിലകൻ അധ്യക്ഷത വഹിച്ചു. പുല്ലൂറ്റ് വില്ലേജിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ മന്ത്രി പുടവ നൽകി ആദരിച്ചു. മാസ്റ്റർ ട്രെയിനറും പോലീസ് സബ് ഇൻസ്പെക്ടറുമായ PN നിജു മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ TM നാസർ, PV രമണൻ, കൗൺസിലർ കവിത മധു, PU സുരേഷ് കുമാർ, KG മുരളീധരൻ, KP സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പൂത്തോളിൽ നിന്ന് 5 കിലോ ഉയർന്ന നിലവാരമുള്ള കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസ് പിടിയിലായി. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് വിപണിയിൽ ഏകദേശം 15 ലക്ഷം രൂപ വില വരുന്ന ഒറിയ മുർഷുണ്ടി എന്ന ഉയർന്ന നിലവാരമുള്ള കഞ്ചാവാണെന്ന് എക്സൈസ് അറിയിച്ചു. എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി സജീബ് മഹാക്കൂർ അറസ്റ്റിലായത്. തൃശൂർ പൂത്തോളിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത് വിപണിയിൽ ഏകദേശം 15 ലക്ഷം രൂപ വില വരുന്ന ഒറിയ മുർഷുണ്ടി എന്ന ഉയർന്ന നിലവാരമുള്ള കഞ്ചാവാണെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AP പ്രവീൺകുമാർ, രാജു NR, KS ഗിരീഷ്, പ്രിവന്റീവ് ഓഫീസർമാരായ സിജോമോൻ PB, നിതിൻ M, മാധവൻ,
ബിജു MD, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ, ധനുഷ് കൃഷ്ണ, അനൂപ് ദാസ്, ഷാജിദ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. കഞ്ചാവ് എത്തിച്ച ഉറവിടവും വിതരണ ശൃംഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം തുടരുകയാണെന്ന് എക്സൈസ് വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള മിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ്, ചാലക്കുടി വെറ്ററിനേറിയൻസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വൺ ഹെൽത്ത് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. ജൂലൈ 15 ബുധനാഴ്ച മെഡ്സ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന കോൺക്ലേവിലെ പ്രധാന വിഷയം ആരോഗ്യമുള്ള മൃഗങ്ങൾ, ആരോഗ്യമുള്ള മനുഷ്യർ, ആരോഗ്യമുള്ള ഭൂമി എന്നതാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അഖില കേരള പവർ പോയിന്റ് പ്രസന്റേഷൻ മത്സരം, അധ്യാപകർക്കായി അഖില കേരളം കേസ് സ്റ്റഡി മത്സരം എന്നിങ്ങനെ 2 സംസ്ഥാനതല മത്സരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പത്രസമ്മേളനത്തിൽ ഡോക്ടർ US രാമചന്ദ്രൻ, അഡ്വക്കേറ്റ് ജോർജ് കോലംചേരി, ഡോക്ടർ ഷാജി പണിക്കശ്ശേരി എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ഇത്തവണ അല്പം വേറിട്ട ഒരു പരിപാടി ഈ മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അവരുമായിട്ട് സഹകരിച്ചിട്ട് അവരുടെ സഹകരണത്തോടു കൂടി +2 വിദ്യാർത്ഥികൾക്കുള്ള പവർ പോയിന്റ് പ്രസൻറ്റേഷൻ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ കുട്ടികൾ തയ്യാറാക്കിയിട്ട് നമ്മൾ അവരെ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതിന് പകരം ബോധവൽക്കരണത്തിന് വേറൊരു രീതി, അവരത് പഠിച്ച് ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിട്ട് അവർ അത് ഒരു മത്സരം പോലെ അവതരിപ്പിക്കും. അതിലെ നല്ല അവതരണം നമ്മൾ മാർക്കൊക്കെ ഇട്ട് ജഡ്ജ് ചെയ്ത് 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, അതുപോലെ ടീച്ചർമാർക്ക് ഒരു ടീച്ചേഴ്സിൻ്റെ കേസ് സ്റ്റഡി എന്ന നിലയ്ക്ക് ടീച്ചേഴ്സിനും ഉണ്ട്. അവരുടെയും 1ഉം 2ഉം സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പരിപാടി, ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് ഈ ജൂലൈ 15 രാവിലെ 8:30 രജിസ്ട്രേഷൻ തുടങ്ങിക്കൊണ്ട് രാവിലെ സെഷനിൽ ഏകദേശം 20ഓളം മത്സരാർത്ഥികൾ അവരുടെ പ്രസൻറ്റേഷൻ അവിടെ അവതരിപ്പിക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സമ്മാനാർഹമായത് ഉച്ചയ്ക്ക് 2 മണിക്കുള്ള വാലിഡിറ്ററി ഫംഗ്ഷനിൽ. അപ്പോൾ ഈ മാള മെറ്റ്സ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരിക്കും അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ഇതെന്തുകൊണ്ട് മാള മെറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പ്രസക്തവും വളരെ അഭിമാനകരവുമാണ്. അതിൻ്റെ കാരണം, നമ്മുടെ മെറ്റ്സ് കോളേജിലുള്ളത് നമ്മൾക്കൊന്ന് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, 2 ഫാർമസി കോളേജ് ഉണ്ട്, 3 കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത് ഒന്ന് ബയോടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്, 2 ഫാർമസി കോളേജ്. ഇപ്പോൾ ബയോടെക്നോളജിയിലുള്ള നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ ഈ ജന്തുജന്യ രോഗങ്ങൾ, അതിനെക്കുറിച്ച് പബ്ലിക്കിലേക്ക് അവയർനെസ് കൊണ്ടുവരാം, അതിന് കാരണമാകുന്ന വൈറസ്, ഫംഗസ്, ബാക്ടീരിയ, പാരസൈറ്റ്സ് പോലുള്ള മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് കുട്ടികളെ അവെയറാക്കുക. ഇത് മാത്രമല്ല, കേരള കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAക്ക് സ്വീകരണം നൽകി. ജില്ലാ സെക്രട്ടറി PR തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്വീകരണം നമ്മുടെ 25 വർഷമായിട്ട് MLA ആയിരിക്കുന്ന നമ്മുടെ തോമസ് ഉണ്ണിയാടൻ സാറിനെ ഇവിടെ അനുമോദിക്കാൻ ചേർന്നിരിക്കുന്ന ഈ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി അത്യധികം ആഗ്രഹമുണ്ട്. തോമസ് സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, സംസ്ഥാന കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രവർത്തക യോഗത്തിന്റെ ഏറ്റവും മുഖ്യമായ പങ്കുവഹിക്കുന്ന തോമസ് ഉണ്ണിയാടൻ സാറാണ് നമുക്ക് തൃശ്ശൂരിലേക്ക് ലഭിച്ചത്. കഴിഞ്ഞ 25 വർഷമായിട്ട് അദ്ദേഹം തൃശ്ശൂരിന്റെ MLA ആണ്. അതിൽ ഒരു പ്രാവശ്യം മാത്രം ഇരിഞ്ഞാലക്കുട ഒന്ന് കൈവിട്ടുപോയി എന്നുള്ള സഹതാപം നമുക്കുണ്ടെങ്കിലും അത് തിരിച്ചു പിടിച്ചുകൊണ്ട് 10,000-ൽ കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം നമ്മുടെ MLA തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഈ അവസരത്തിൽ അതിന് പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഇരിഞ്ഞാലക്കുടയുടെ മാണിക്യമായ തോമസ് ഉണ്ണിയാടനെ ഈ അവസരത്തിൽ പ്രത്യേകം അനുമോദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് പീറ്റർ പാറേക്കാട്ട് അധ്യക്ഷത വഹിച്ചു. CA ജ്യോതിഷ്, ജോയ് എടാട്ടുകാരൻ, പൊയ്യ പഞ്ചായത്ത് അംഗം ലിസി ജോയ്, ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. പ്രിയപ്പെട്ട ഈ നിയമത്തിന് പ്രത്യേകിച്ച് ഈ മാള പ്രദേശത്തിന് വലിയ പ്രത്യേകതയുണ്ട്. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനുമായിട്ട് വലിയ പ്രത്യേകതയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇരിങ്ങാലക്കുടയുടെ MLA ആയി പ്രവർത്തിച്ച സമയത്ത്, ഇരിങ്ങാലക്കുട MLA ആയി 2001-ലും 2006-ലും 2011-ലും MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട സമയത്ത്, അതിൽ പ്രത്യേകിച്ച് ഏറ്റവും അവസാനം MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശം, ആ സമയം ഞാൻ ഓർക്കുകയാണ്.
എല്ലാ നിലയിലും ഈ മാളപ്രദേശത്തെ കൊടുങ്ങൽ നിയമത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് അങ്ങനെയൊരു വികാരമുണ്ടായത് ഈ ഇരിക്കുന്ന നേതാക്കന്മാർ, പ്രത്യേകിച്ച് ജോയി, പീറ്റർ ഉൾപ്പെടെയുള്ള ഡേവിസ് ഉൾപ്പെടെയൊക്കെയുള്ള ആളുകൾ നേതാക്കന്മാരെ കാണിച്ച സ്നേഹം. അന്നമനട കേടൂരിൽ ദീപം വയോജന ക്ലബ്ബ് മന്ത്രി ഒ ജെ ജനീഷിന് സ്വീകരണം നൽകി. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത സജീവൻ അധ്യക്ഷത വഹിച്ച സ്വീകരണ സമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ ഗവൺമെൻറ് കടന്നു വന്നതിന് ശേഷം കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഏറ്റവും ആദ്യം തീരുമാനമെടുത്ത ഫയലുകളിലൊന്ന് അത് സംസ്ഥാനത്തിനകത്തൊരു വയോജനക്ഷേമ വകുപ്പ് തീരുമാനിക്കുന്നു, നടപ്പിലാക്കും എന്നുള്ള തീരുമാനമാണ്. രാജ്യത്താകെ കേരളം മാത്രമാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് കടന്നു വന്നതായിട്ട്. സംസ്ഥാനത്ത് നിലവിലുള്ള വകുപ്പുകളിൽ പുതിയതായി രൂപീകരിക്കപ്പെടുന്നൊരു വകുപ്പാണ്. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള തീരുമാനങ്ങൾക്ക് വേണ്ടി ചില IAS ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ വകുപ്പ് രൂപം കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കൊടുക്കാൻ വേണ്ടുന്ന സമീപനമെടുക്കുകയും ചെയ്യുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PD ജോസ്, ക്ലബ്ബ് പ്രസിഡന്റ് അനന്തൻ, സെക്രട്ടറി ജോണി വിധേയത്തിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, വയോജന ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പൊയ്യ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ഡകത്ത് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നാളിതുവരെ മാന്യമായ പെൻഷൻ മേടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റുകൾ, കേന്ദ്ര ഗവൺമെൻറ്റായാലും ശരി, സംസ്ഥാന ഗവൺമെൻറ്റുകളായാലും ശരി, പെൻഷൻ എന്നുള്ളത് ഒരു വലിയ ബാധ്യതയായിട്ട് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ച് നമ്മളിതൊരു സുപ്രഭാതത്തിൽ ഉടലെടുത്ത സംഘടനയൊന്നല്ല. കാരണം 35ാമത് യൂണിറ്റ് കൺവെൻഷൻ നടക്കുന്നത്. കഴിഞ്ഞ 34 വർഷമായിട്ട് ഈ സംഘടനയുടെ പൂർവികര് ത്യാഗോചരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നേടിയെടുത്ത അവകാശങ്ങളാണ്. നമ്മൾ അന്യായമായിട്ടൊന്നും ചോദിക്കുന്നില്ല, മറിച്ച് നമ്മൾ ലഭിച്ചുകൊണ്ടിരുന്ന, നമ്മൾ നേടിയെടുത്ത അവകാശങ്ങൾ നിലനിർത്തി കിട്ടണമെന്ന് മാത്രമേ നമ്മുടെ ഡിമാൻഡുള്ളൂ. യൂണിറ്റ് പ്രസിഡന്റ് TV ആശ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PP പുഷ്പാങ്കദൻ നവാഗതരെ സ്വീകരിച്ചു. KA ജോസഫ്, VJ എഫ്രൈം, KA വക്കച്ചൻ, PS സേതുമാധവൻ, MR ഗോപൻ, EK അലോഷ്യസ് എന്നിവർ സംസാരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയും ഇൻകാസ് ദുബായ് കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി തൂഫാൻ ഫുട്ബോൾ ടൂർണമെന്റും ലഹരി വിരുദ്ധ ജാഥയും സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് അഫ്സൽ KA അധ്യക്ഷത നിർവഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് PH മഹേഷ്, ശോഭ സുബിൻ, CJ പോൾസൺ, എറിയാട് ബ്ലോക്ക് പ്രസിഡന്റ് PB മൊയ്തു, മധുരകം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, ഇൻക്സ് കോർഡിനേറ്റർ അൻവർ ചാമക്കാൽ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ ആലാപ്പനങ്ങാട് സാഹിബിൻ്റെ പള്ളിയിൽ ഷൈഖ് സയ്യിദ് മുനവർഷ സാഹിബ് ഉപ്പാപ്പ തങ്ങളുടെ ആണ്ട് നേർച്ച സമാപിച്ചു. ആത്മീയ ഉത്ബോധന സദസ്സിന് മതിലകം ജമാഅത്ത് ഖത്തീബ് അബ്ദുസലാം ഫൈസി നേതൃത്വം നൽകി. മഹൽ ചീഫ് ഇമാം മുഹമ്മദ് മിദ്രാജ് ഫാലിൽ ജലാലി മുനവർഷ മൗലിദും ദുആ മജ്ലിസിനും നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനം നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രവർത്തക സമ്മേളനവും AK പീതാംബരൻ അനുസ്മരണവും കയ്പമംഗലത്ത് നടന്നു. ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി V ദിനകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ദിവാകരൻ കുറുപ്പത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ, നേതാക്കളായ PN ബാലകൃഷ്ണൻ, മണി കാവുങ്ങൽ, KV തമ്പി, ഷാജു തലാശ്ശേരി, PV ജനാർദ്ദനൻ, AR ശിവജി, TV ശ്രീജിത്ത്, KK ജയൻ, ഹരിദാസ് കൊച്ചിക്കാട്ട് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം. പ്രശ്നപരിഹാരത്തിൽ പഞ്ചായത്തിന്റെ അനാസ്ഥ ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ തീരുമാനം. റോഡരികിലെ കാലപ്പഴക്കം ചെന്ന മരങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി നീക്കം ചെയ്യുന്നത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തൃശൂരിൽ വൻ കഞ്ചാവ് വേട്ട. പൂത്തോളിൽ നിന്ന് 5 കിലോ ഉയർന്ന നിലവാരമുള്ള കഞ്ചാവുമായി ഒഡീഷ സ്വദേശി എക്സൈസ് പിടിയിലായി.
ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.